താനൂർ മൂച്ചിക്കിൽ അറബി തങ്ങൾ മഖാം നേർച്ചയ്ക്ക് ഞായറാഴ്ച തുടക്കമാവും. വൈകിട്ട് സമൂഹ സിയാറത്തിന് ശേഷം സയ്യിദ് ഹസ്നുൽ ഹദൽ കാസർഗോഡ് പതാക ഉയർത്തും. 4 ദിവസങ്ങളായി നടക്കുന്ന വിവിധ പരിപാടികൾ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താനൂർ മൂച്ചിക്കിൽ അറബി തങ്ങൾ മഖാം നേർച്ച ഞായർ മുതൽ ബുധൻ വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന സമൂഹ സിയാറത്തിന് കേന്ദ്ര മുഷാവറ അംഗം താനാളൂർ അബ്ദുൽ മുസ്ലിയാർ നേതൃത്വം നൽകും. നേർച്ചയുടെ പ്രാരംഭം കുറിച്ചുകൊണ്ട് വൈകിട്ട് 5 മണിക്ക് സയ്യിദ് ഹസ്നുൽ ഹദൽ കാസർഗോഡ് കൊടിയേർത്തും. മൂച്ചിക്കൽ അറബി തങ്ങൾ മഖാം നേർച്ച 4, 5, 6, 7 തീയതികളിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അറബി തങ്ങൾ കേരളത്തിലെത്തിയ കാലത്ത് ഭക്ഷണത്തിന് വറുതിയുള്ള കാലമായിരുന്നു. അക്കാലത്ത് റജബിലെ പ്രധാന ദിവസങ്ങളായ റജബ് 24, 25 ദിവസങ്ങളിൽ മഹാനവറുകൾ അരി കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും നൽകുന്ന പതിവുണ്ടായിരുന്നു. മഹാനവറുടെ വഫാത്തിന് ശേഷവും അത് തുടർന്ന് വരികയും ഇന്നും അത് വളരെ വിപുലമായി നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആളുകളെ അവിടത്തേക്ക് അരിയും തേങ്ങയും മറ്റും നേർച്ചയായി നൽകുകയും ചെയ്യും. നേർച്ചയോടനുബന്ധിച്ച് വിപുലമായ ആത്മീയ മജ്‌ലിസുകൾ 4 ദിവസങ്ങളും നടക്കുന്നുണ്ട്. ഫെബ്രുവരി 5 തിങ്കളാഴ്ച വൈകിട്ട് 6:30 നടക്കുന്ന അനുസ്മരണ സമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷംസുദ്ദീൻ മുസ്ലിയാർ തയ്യാറ അനുസ്മരണ പ്രഭാഷണം നടത്തും. വിവിധ മഹല്ല് മദ്രസ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചൊവ്വാഴ്ച നടക്കുന്ന അറിവിനിലാവ് ആത്മീയ മജ്‌ലിസിന് സഫാ സഖാഫി പത്തപിരിയം നേതൃത്വം നൽകും. ബുധനാഴ്ച റജബ് 26 മിഹ്റാജിൽ രാവിലെ നടക്കുന്ന സമാപന ആത്മീയ സമ്മേളനം സമസ്ത സെക്രട്ടറി പൊന്മുള അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പകര മുഹമ്മദ് ഹസനി, അബ്ദുൽ സമദ് ഖാഫി വയനാട് എന്നിവർ പ്രഭാഷണം നടത്തും. നൂർ സാദാത്ത്, സയ്യിദ് ബായാർ തങ്ങൾ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മൂച്ചിക്കൽ മഖാം എന്ന് പറയുന്നത് ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ഒരു അഭയ കേന്ദ്രമാണ്. ഫെബ്രുവരി 6 ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന അറിവിൻ നിലാവ് മജ്‌ലിസിൽ സഫ്വാൻ സഖാഫി പത്തപിരിയം നേതൃത്വം നൽകും. ഫെബ്രുവരി 7 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ സമദ് സഖാഫി വയനാട് മുഖ്യപ്രഭാഷണം നടത്തും. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ബയാർ തങ്ങൾ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം രക്ഷാധികാരി സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി, സ്വാഗത സംഘം ചെയർമാൻ ബാവഹാജി തയ്യാല, കൺവീനർ യൂനസ് സഖാഫി നന്നമ്പ്ര, വൈസ് ചെയർമാൻ കെ ബഷീർ ഹാജി പനങ്ങാട്ടൂർ, ജോയിന്റ് കൺവീനർ സയ്യിദ് രവി ചെറിയേരി തുടങ്ങിയവർ പങ്കെടുത്തു.